ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, അതായത് അംശബന്ധവും അനുപാതവും എന്ന ടോപ്പിക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. ഈസി ആയിട്ട് അതിൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് അംശബന്ധങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അവയെ എങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് അതിനെ ഒരൊറ്റ അംശബന്ധമാക്കി മാറ്റാം എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് നോക്കാം. A:B = 1:2, B:C = 2:3 എങ്കിൽ A:B:C എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, ഇതിൽ കോമൺ ആയിട്ടുള്ള ടേം ബി ആണ്. ഈ രണ്ട് റേഷ്യോയിലും കോമൺ ആയിട്ടുള്ള ടേം ബി ആണ്. ആ ബീൻ്റെ വാല്യൂ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ബീൻ്റെ വാല്യൂ രണ്ട് റേഷ്യോയിലും ഈക്വൽ ആണ് അല്ലേ. 1:2 എന്ന് പറഞ്ഞാൽ റേഷ്യോയിൽ ബീൻ്റെ വാല്യൂ 2 ആണ്. അതുപോലെ B:Cയിൽ 2:3 റേഷ്യോയിൽ ബീൻ്റെ വാല്യൂ 2 തന്നെയാണ്. അങ്ങനെയുള്ള കേസിൽ നമുക്കിതിനെ വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് എയുടെ വാല്യൂ 1 എന്ന് കൊടുക്കാം, ബീൻ്റെ വാല്യൂ 2, രണ്ട് കേസിലും 2 ആയതുകൊണ്ട് 2 തന്നെ എടുത്തെഴുതാം. സീൻ്റെ വാല്യൂ 3 ആണ്. ഇപ്പോൾ A:B:C വളരെ ഈസി ആയിട്ട് നമുക്ക് 1:2:3 എന്ന് എഴുതാൻ പറ്റും. ഇതാണ് ആൻസർ. അപ്പോൾ കോമൺ ടേം ബി ആണ്. ആ ബീൻ്റെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ റേഷ്യോൻ്റെ അതേ വാല്യൂസ് തന്നെ എടുത്തെഴുതാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തൊരു കേസ് നോക്കാം. A:B = 1:2, B:C = 4:3. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ കോമൺ ടേം എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ ബീൻ്റെ വാല്യൂ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ബീൻ്റെ വാല്യൂ ഫസ്റ്റ് റേഷ്യോയിൽ 2 ആണ്, സെക്കൻഡ് റേഷ്യോയിൽ പക്ഷേ 4 ആണ്. മുൻപ് പറഞ്ഞ ക്വസ്റ്റ്യനിൽ രണ്ടും ഈക്വലായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ അതിൻ്റെ റേഷ്യോൻ്റെ വാല്യൂസ് എടുത്ത് എഴുതാൻ പറ്റും. പക്ഷേ ഇതിൽ രണ്ടും ഈക്വൽ ആവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ 4 ആണ്. അപ്പോൾ ഇത് 4 ആക്കണമെങ്കിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്, അതായത് മുൻപത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും, ഒരു റേഷ്യോയ്ക്ക് ഒരു ടേമിനെ മാത്രമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൽ റേഷ്യോയിൽ രണ്ടോ അല്ലെങ്കിൽ എത്ര ടേംസ് ഉണ്ടോ ആ ടേംസിനെ എല്ലാം തന്നെ ആ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ 4 ആക്കാനായിട്ട് നമുക്ക് ഈ റേഷ്യോനെ കംപ്ലീറ്റ് ആയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ റേഷ്യോനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2:4 കിട്ടും. 1:2 എന്ന് പറഞ്ഞാലും 2:4 എന്ന് പറഞ്ഞാലും ഈക്വൽ തന്നെയാണ്. ഒരു കോമൺ സംഖ്യ കൊണ്ട്, ഒരു പൊതുസംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ റേഷ്യോയ്ക്ക് യാതൊരുവിധ മാറ്റവും വരില്ല. ഇപ്പോൾ 1:2 എന്നതിന് പകരം 2:4 കിട്ടി. അപ്പോൾ ഇനി കമ്പയർ ചെയ്യാലോ. ഇവിടെ ബീൻ്റെ വാല്യൂ ഇപ്പോൾ ഈക്വൽ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ A:B:C എന്ന് പറയുന്നത് 2:4:3 ആയിരിക്കും. ഡയറക്റ്റ് ആ വാല്യൂസ് എടുത്തെഴുതിയാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A:B = 3:4, B:C = 5:7 എങ്കിൽ A:B:C. ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ കോമൺ ടേം ബി ആണ്. ആ ബീൻ്റെ വാല്യൂ രണ്ട് ഭാഗത്തും ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ 4നെ 5 ആക്കാനും 5നെ 4 ആക്കാനും രണ്ട് റേഷ്യോനെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കേസിൽ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ ചെയ്യാം എന്ന് നോക്കാം. A:B:C ആണ് കണ്ടെത്തേണ്ടത്. A:B എന്ന് പറയുന്നത് 3:4, അതുപോലെ B:C എന്ന് പറയുന്നത് 5:7. രണ്ട് മെത്തേഡുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് 1 ആണ് ആദ്യം. ഇതിനെ ആദ്യം ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്ന നോക്കുക. ഇങ്ങനെ ഒരു ലൈൻ ആദ്യം വരയ്ക്കുന്നു. അതിനുശേഷം ഈ ലൈനുകൾ കണക്ട് ചെയ്യുന്ന ഭാഗത്തുള്ള സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ ലൈന് കണക്ട് ചെയ്യുന്ന സംഖ്യ 3ഉം 5ഉം ആണ്. ആ 3ഉം 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടും. ഇനി അടുത്ത ലൈന് കണക്ട് ചെയ്യുന്നത് 4നെയും 5നെയും ആണ്. അപ്പോൾ അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 5 20 കിട്ടി. നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത്
4ഉം 7ഉം ആണ്. അടുത്ത ലൈനിൽ 4ഉം 7ഉം ആണ്. അപ്പോൾ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28 കിട്ടും. ഇനി ഇതിന് വീണ്ടും ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. പക്ഷേ ഇതിനെ ഇനി വീണ്ടും ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ വരുന്നത്. 15:20:28. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് അതിനുശേഷം ആ ഭാഗത്തുള്ള സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്തെന്ന് നോക്കാം. മെത്തേഡ് 2. അതിൽ A:B എന്ന് പറയുന്നത് 3:4. നെക്സ്റ്റ് B:C എന്ന് പറയുന്നത് 5:7. ഇനി നമുക്ക് ഈ ബ്ലാങ്ക് ആയി കിടക്കുന്ന ഭാഗം ഫില്ല് ചെയ്യാം. അത് ഫില്ല് ചെയ്യേണ്ടത് അതിന് തൊട്ട് അടുത്ത് വരുന്ന സംഖ്യ ഏതാണോ അത് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പോൾ സീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിന് തൊട്ടടുത്തുള്ള നമ്പർ 4 ആണ്. അപ്പോൾ 4 തന്നെ എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന അതേ ലൈനിൽ തൊട്ടടുത്തായിട്ട് വരുന്ന സംഖ്യ, അപ്പോൾ ഇവിടെ 5 ആണ്. അപ്പോൾ 5 എഴുതുന്നു. ഇനി നമുക്ക് ഈ തരത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 5 15 കിട്ടും. നെക്സ്റ്റ് 4 × 5 20 വരും. അടുത്തത് 4 × 7 28 വരും. അപ്പോൾ ആൻസർ സെയിം ആൻസർ തന്നെ കിട്ടി. 15:20:28. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ ചെയ്ത് നോക്കാം. A:B = 4:7, B:C = 14:11, then A:B:C. അപ്പോൾ നോക്കാം, രണ്ട് മെത്തേഡ് നമുക്കിവിടെ ചെയ്ത് നോക്കാം. A:B എന്ന് പറയുന്നത് 4:7, B:C എന്ന് പറയുന്നത് 14:11. നമ്മൾ ആദ്യം ഇങ്ങനെ ലൈൻ വരച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 4 × 14 അല്ലേ ഫസ്റ്റ് വരുന്നത് ഈ ലൈനാണ്. അതിൽ 4 × 14 ആണ് ചെയ്യേണ്ടത്. 4ഉം 14ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 4 × 14 എന്ന് തന്നെ എഴുതുക. നെക്സ്റ്റ് അടുത്ത ലൈനിൽ വരുന്നത് 7ഉം 14ഉം ആണ്. അപ്പോൾ 7 × 14. നെക്സ്റ്റ് ലൈനിൽ വരുന്നത് 7ഉം 11ഉം ആണ്. അപ്പോൾ 7 × 11 ഇങ്ങനെ തന്നെ എഴുതുക. ഇനി അതിന് ശേഷം ചെയ്യേണ്ടത് ഇതിൽ കോമൺ ആയിട്ടുള്ള ടേംസ് നമുക്ക് വെട്ടിക്കളയാം. എപ്പോഴും റേഷ്യോ എന്ന് പറയുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലായിരിക്കണം റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ കോമൺ ആയിട്ടുള്ള ടേം ഏതാണെന്ന് നോക്കാം. ഏതായിരിക്കും കോമൺ ടേം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? കാരണം ഈ ഇതിൽ 2ൻ്റെ ടേം ഇല്ല, 2 ഫാക്ടർ ആയിട്ടുള്ള സംഖ്യ ഇല്ല. അതുകൊണ്ട് 2 പറ്റില്ല. പിന്നെ ഇവിടെ കാണുന്നത് എന്താണ്? 7 പറ്റും അല്ലേ? ഈ ടേമിലൊരു 7 ഉണ്ട്, ഇതിലൊരു 7 ഉണ്ട്. അതുപോലെ 14നകത്തും 7 ഉണ്ട്. അപ്പോൾ നമുക്ക് 7 വെച്ചിട്ടാണ് ഞാനിവിടെ ഇനി ക്യാൻസൽ ചെയ്യാൻ പോകുന്നത്. 14നകത്ത് 7 2 തവണയുണ്ട് അല്ലേ? 7 × 2 ആണ് 14. അപ്പോൾ ഇവിടെ 7 വെട്ടിക്കളയുമ്പോൾ ഇവിടെ ബാക്കി 2 വരും. 4 ഓൾറെഡി അവിടെയുണ്ട്. 4 × 2 കിട്ടി. നെക്സ്റ്റ് ഇവിടെ ഒരു 7 വെട്ടിക്കളഞ്ഞാൽ ബാക്കി 14 വരും. അടുത്ത ടേമിൽ ഒരു 7 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 11 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് 8:14:11 ആണ് ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പോൾ കോമൺ ആയിട്ടുള്ള 7 വെച്ച് വെട്ടിക്കളഞ്ഞപ്പോൾ നമുക്ക് 8:14:11 കിട്ടി. ഇനി നമ്മുടെ മെത്തേഡ് 2 കൂടി ഒന്ന് നോക്കാം. A:B:C. A:B എന്ന് പറയുന്നത് 4:7, B:C എന്ന് പറയുന്നത് 14:11. ഇനി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് അതിന് മുൻപുള്ള അതേ സംഖ്യ തന്നെയാണ്. അപ്പോൾ 7 ആണ് ഇതിന് മുൻപുള്ള സംഖ്യ. ആ 7 വെച്ചിട്ട് അവിടെ ഫില്ല് ചെയ്യുന്നു. അതുപോലെ ഈ ഭാഗത്ത് ഇവിടെയുള്ള ബ്ലാങ്കിന് ഫില്ല് ചെയ്യേണ്ടത് അതിനടുത്തായിട്ട് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 14 ആണ്. 14 തന്നെ ഫില്ല് ചെയ്യുന്നു. ഇനി ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ ഓരോ ടേമും മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 14 എന്ന് തന്നെ എഴുതും. 4 × 14. നെക്സ്റ്റ് 7 × 14. അടുത്തത് 7 × 11 വരും. അപ്പോൾ ഇതിലും ഇതേ ടേം തന്നെയാണ്. അപ്പോൾ 7 വെച്ച് നമുക്കിതിനെ വെട്ടിക്കളയാൻ പറ്റും. 7 14നകത്ത് 2 തവണയുണ്ട്. അപ്പോൾ ഇനി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ 8:14:11 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ക്ലിയർ ആയല്ലോ? അടുത്തതായിട്ട് 3 അംശബന്ധങ്ങൾ തന്നിട്ട് അവയെ എങ്ങനെ കമ്പൈൻ ചെയ്യാം എന്ന് നോക്കാം. A:B ഉണ്ട്, B:C ഉണ്ട്, C:D ഉണ്ട്. അതിൽ നിന്നും A:B:C:D ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. A:B:C:D. അപ്പോൾ ആദ്യം A:B എന്ന് പറയുന്നത് 1:2, B:C എന്ന് പറയുന്നത് 1:3, നെക്സ്റ്റ് C:D എന്ന് പറയുന്നത് 2:5. അപ്പോൾ ഇതിൽ
നമുക്ക് ഫില്ല് ചെയ്തിട്ടുള്ള ആ മെത്തേഡ് വഴി എങ്ങനെ ചെയ്യാൻ നോക്കാം ആദ്യം. അപ്പോൾ ഇവിടെ സിൻ്റെയും ഡിൻ്റെയും ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടത് അതേ ലൈനിൽ അതിനോട് അടുത്ത് കിടക്കുന്ന സംഖ്യ ഏതാണോ ആ സംഖ്യ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 2 ആണ് അതിന് അടുത്ത് കിടക്കുന്ന സംഖ്യ, അപ്പോൾ 2 വെച്ച് ഫില്ല് ചെയ്തു. ഇനി അടുത്ത് നോക്കാം, ഈ ഗ്യാപ്പിൽ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് ഈ ഇതിനോട് അടുത്ത് കിടക്കുന്ന സംഖ്യ, ഈ ലൈനിൽ ഇതിനോട് അടുത്ത് കിടക്കുന്ന സംഖ്യ 1 ആണ്. അപ്പോൾ ആ 1 വെച്ച് ഫില്ല് ചെയ്തു. നെക്സ്റ്റ് ഇവിടെയാണെങ്കിൽ ഇതിനോട് അടുത്ത് കിടക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 വെച്ച് ഫില്ല് ചെയ്യാം. ഇനി തേർഡ് ലൈനിൽ നോക്കാം, ഇവിടെ എഴുതേണ്ടത് ഈ ലൈനിൽ ഇതിനോട് അടുത്ത് കിടക്കുന്ന സംഖ്യ, ഈ ഗ്യാപ്പുകൾക്ക് അടുത്ത് കിടക്കുന്നത് 2 ആണ്. അപ്പോൾ 2 വെച്ചിട്ടാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഇനി ചെയ്യേണ്ടത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 1 × 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടും. നെക്സ്റ്റ് 2 × 1 × 2 എന്ന് പറയുമ്പോൾ 4 ആണ് വരുന്നത്. അടുത്ത ടേം 2 × 3 × 2, 2 × 3 6 ആണ്, 6 × 2 12 കിട്ടും. അടുത്തത് 2 × 3 × 5, 2 × 3 × 5 എന്ന് പറയുന്നത് 30 കിട്ടും. അപ്പോൾ 2:4:12:30 കിട്ടി. ഇനി നമുക്ക് ഒന്നുകൂടി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നത് 1:2:6:15. ഇതിൽ 2 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പോൾ കിട്ടുന്ന റേഷ്യോ 1:2:6:15. മനസ്സിലായല്ലോ? ഫില്ല് ചെയ്യുന്നത് മനസ്സിലായല്ലോ? ആ ലൈനിൽ അതിനടുത്ത് ആ ഗ്യാപ്പിനോട് അടുത്ത് കിടക്കുന്ന സംഖ്യ ഏതാണോ ആ സംഖ്യ തന്നെ എടുത്തെഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1:2:6:15 ആണ് ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ. റേഷ്യോ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. അപ്പോൾ കിട്ടുന്ന ആൻസറിന് വീണ്ടും കോമൺ ആയിട്ടുള്ള ടേം 2 ആണ്. അപ്പോൾ 2 വെച്ച് ക്യാൻസൽ ചെയ്തിട്ടാണ് ഈ അംശബന്ധത്തിൽ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു മെത്തേഡ് കൂടി നോക്കാം, ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ശ്രദ്ധിക്കുക, അത് ആ മെത്തേഡ് 1-2 തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ലൈനിലുള്ള സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 1 × 1 × 2, 1 × 1 × 2 നമുക്ക് കിട്ടുന്നത് 2 ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് 2-ൽ നിന്ന് തുടങ്ങി, ആദ്യം 1-ൽ നിന്ന് തുടങ്ങി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്തതായിട്ട് 2-ൽ നിന്ന് തുടങ്ങുന്നു, എന്നിട്ട് ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2-ൽ നിന്ന് തുടങ്ങിയിട്ട് ഇതേ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 × 1 × 2 മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും. ഇനി അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇതേ 2-ൽ നിന്ന് തുടങ്ങി 3 വഴി ഈ 2-ൽ എത്തുന്നു. ഇത് പോകുന്ന വഴികൾ നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പോയിട്ടുള്ളത്. മൂന്നാമത്തെ സ്റ്റെപ്പ് 2 × 3 × 2. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12 കിട്ടും. ഇനി അടുത്തത് ഫൈനലായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 3 × 5. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 30 ആണ് കിട്ടുന്നത്. ഇതേ സെയിം വാല്യൂ തന്നെ കിട്ടും. അതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1:2:6:15. 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. ഇത് 1-2 തവണ പ്രാക്ടീസ് ചെയ്താൽ നമുക്കിത് കിട്ടും. ആദ്യം ഈ ലൈനിലുള്ള സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അടുത്ത 2-ൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ 2-ൽ നിന്ന് തുടങ്ങിയിട്ട് ഇടതുവശത്ത് അവസാനിക്കുന്നു എന്ന് നോക്കിയാൽ മതി. ഇടതുവശത്തോട്ടാണ് വരുന്നത്. അടുത്തത് 2-ൽ നിന്ന് തുടങ്ങി 3 വഴി ഇങ്ങോട്ട് വന്നു. അടുത്ത് ഫൈനലായിട്ട് ഇതേ ലൈനിലുള്ള സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇതാണ് ആൻസർ കിട്ടുന്നത്. ഇതിലേതാണോ നിങ്ങൾ കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി അടുത്തത് നോക്കാം. ഇതിൽ റേഷ്യോ കമ്പൈൻ ചെയ്യാനല്ല, 2 റേഷ്യോ തന്നിട്ടുണ്ട്. A:B യും B:C തന്നിട്ടുണ്ട്. അതിൽ നിന്നും A:C, അതായത് അതിലെ ആദ്യത്തെ ടേമും അവസാനത്തെ ടേമും തമ്മിലുള്ള റേഷ്യോ ചോദിച്ചാൽ എങ്ങനെയാണ് ചെയ്യുക എന്നാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, റേഷ്യോ കമ്പൈൻ ചെയ്യാനല്ല, അതിൽ ആദ്യത്തെയും അവസാനത്തെയും റേഷ്യോകൾ തമ്മിലുള്ള അംശബന്ധമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെ ആദ്യത്തെയും അവസാനത്തെയും തമ്മിലുള്ള അംശബന്ധങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇതിലെ ഫസ്റ്റ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 റേഷ്യോയിലെയും ആദ്യത്തെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 1 × 2 ആണ്. ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഇതിൽ 1ഉം ഇതിൽ 2 ആണ്. 1 × 2 ഡിവൈഡഡ് ബൈ, അതായത് A:C അല്ലെങ്കിൽ A/C കണ്ടെത്താനായിട്ട് ആദ്യത്തെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × 2 ഡിവൈഡഡ് ബൈ, അതേപോലെ രണ്ടാമത്തെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ രണ്ടാമത്തെ ടേംസ് 2ഉം 3ഉം ആണ്. അപ്പോൾ 2 × 3
മനസ്സിലായല്ലോ. അപ്പോൾ ഫസ്റ്റിൽ ആദ്യത്തെയും അവസാനത്തെയും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യത്തെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ സെക്കൻഡ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഡിവൈഡഡ് ബൈ എഴുതിയാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഡിവൈഡഡ് ബൈ എന്ന് എഴുതിയിട്ടുള്ളത്. കാരണം അംശബന്ധത്തിന് A:B എന്നോ അല്ലെങ്കിൽ A/B എന്നോ വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/3 ആണ്. 1/3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1:3. 1/3 എന്ന് പറഞ്ഞാൽ റേഷ്യോ എന്താണ്? 1:3 ആണ് റേഷ്യോ. അപ്പോൾ മനസ്സിലായല്ലോ. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യും. നിങ്ങൾ പല മെത്തേഡ് പഠിച്ചിട്ടുണ്ടാകും. എന്നാലും ഇതിൽ ഏതാണ് നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്നത് ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. A:B = 8:9, B:C = 18:4 എങ്കിൽ A:C ആദ്യത്തെയും അവസാനത്തെയും റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. A:C കണ്ടെത്താൻ അല്ലെങ്കിൽ A/C കണ്ടെത്താനായിട്ട് ആദ്യത്തെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക. 8 × 18 ആണ്. ഡിവൈഡഡ് ബൈ സെക്കൻഡ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സെക്കൻഡ് ടേംസ് ഇവിടെ 9ഉം 4ഉം ആണ്. അപ്പോൾ 9 × 4 ചെയ്യുന്നു. ഇനി നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 18ഉം 9ഉം നമുക്ക് വെട്ടിക്കളയാം. 18നകത്ത് 9 2 ടൈംസ് ഉണ്ട്, 2 തവണയാണുള്ളത്. അപ്പോൾ 2 കിട്ടി. ഇനി അതുപോലെ 8ഉം 4ഉം വെട്ടിക്കളയാം. 8നകത്ത് 4 2 തവണയാണുള്ളത്. അങ്ങനെ നമുക്ക് ന്യൂമറേറ്ററിൽ 2 × 2 4 കിട്ടി. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 1 ആണ്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ എന്ന് പറയുന്നത് 4:1. കിട്ടിയല്ലോ, എളുപ്പമല്ലേ? 4:1 ആണ് ഫൈനലായിട്ട് കിട്ടിയ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 ടേംസ് വരികയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക നോക്കാം. ഇതിലും സെയിം മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. A:B = 8:9, B:C = 5:6, C:D = 3:10. ദെൻ A:D ആണ് ചോദിച്ചിട്ടുള്ളത്. എയും ഡിയും തമ്മിലുള്ള അംശബന്ധം, അതായത് ആദ്യത്തെയും അവസാനത്തെയും തമ്മിലുള്ള അംശബന്ധം. അപ്പോൾ ഇവിടെയും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. A:D, A/D കണ്ടുപിടിക്കാനായിട്ട് ആദ്യത്തെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യത്തെ ടേംസ് ഏതൊക്കെയാണ്? 8 × നെക്സ്റ്റ് 5 × 3, 8 × 5 × 3 ഡിവൈഡഡ് ബൈ സെക്കൻഡ് ടേംസ് എന്ന് പറയുന്നത് 9 × 6 × 10. 9 × 6 × 10 ആണ് സെക്കൻഡ് ടേംസ്. അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. ഇതിൽ 3ഉം 9ഉം വെട്ടിക്കളയാം. 9നകത്ത് 3 തവണയുണ്ട്. ഇനി അടുത്തത് അതുപോലെ 10ഉം 5ഉം വെട്ടിക്കളയാൻ പറ്റും. 10നകത്ത് 5 2 തവണ. ഇനി 8ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. 8നകത്ത് 2 4 തവണ. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ അംശത്തിൽ ന്യൂമറേറ്ററിൽ 4 മാത്രമാണ്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലാണെങ്കിൽ 3 × 6 18. അപ്പോൾ 4/14 കിട്ടി. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 2/9 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2:9. ആൻസർ 2:9 കിട്ടും. ഫസ്റ്റ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ സെക്കൻഡ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. A:C, അതായത് ഫസ്റ്റിൽ ആദ്യത്തെയും അവസാനത്തെയും റേഷ്യോ അല്ലെങ്കിൽ A:D ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ മെത്തേഡ്. അപ്പോൾ റേഷ്യൻ പ്രപ്പോർഷൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിവിടെ കണ്ടത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.